കേരളത്തിലെ കള്ളുചെത്ത് തൊഴിലിന്റെ നിറം മങ്ങിപ്പോയ കാലത്താണ് മലയാളിയുടെ കുലത്തൊഴിലുകളിൽ ഒന്നായ കള്ളുചെത്തിനെക്കുറിച്ചറിയാനും തെങ്ങ് ചെത്താനും ഒരു വിദേശി പൗരൻ എത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നാണ് ഈ വിദേശ ചെത്തുകാരന്റെ വരവ്. ദൈവത്തിന്റെ സ്വന്തം നാട് സന്ദർശിക്കാനെത്തുമ്പോൾ കള്ളുചെത്തിനെക്കുറിച്ചും കള്ളുചെത്ത് വ്യവസായത്തെക്കുറിച്ചും വിശദമായി പഠിക്കുക എന്നതുകൂടി ഈ ആസ്ട്രേലിയൻ സ്വദേശിയുടെ ലക്ഷ്യമായിരുന്നു. ചെത്ത് തൊഴിൽ ഉൾപ്പെടെയുള്ള പാരമ്പര്യ തൊഴിൽ മേഖലകളിൽ നിന്ന് യുവതലമുറ പിൻവാങ്ങുമ്പോൾ കടൽ കടന്നെത്തിയ സൈമൺ ഇവാനോഗെ ഇവിടെ തെങ്ങ് കയറാനും കള്ളുചെത്താനും പരിശീലിക്കുകയാണ്. ഏങ്ങണ്ടിയൂർ കരുപ്പയിൽ കോമളത്തിന്റെ മകൻ വിജീഷും സുഹൃത്ത് മണികണ്ഠനുമാണ് കള്ളുചെത്തിൽ സൈമൺ ഇവാനോഗെയുടെ ഗുരുക്കന്മാർ. ചുരുങ്ങിയ സമയം കൊണ്ട് കള്ളുചെത്തിന്റെ ബാലപാഠങ്ങൾ സൈമൺ ഇവാനോഗെ പഠിച്ചെടുത്തതായി ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. തെങ്ങ് ഒരു അത്ഭുത വൃക്ഷവും മധുരക്കള്ള് വിലപ്പെട്ട എനർജി ഡ്രിങ്കുമാണ് സൈമണിന്റെ ഭാഷയിൽ. സ്വന്തം നാടായ സിഡ്നിയിൽ തെങ്ങ് കൃഷിയും കരിക്കിന്റെയും നാളികേരത്തിന്റെയും വിപണനവും നടത്തുന്ന ഇദ്ദേഹത്തിന് കേരളത്തിലെ ചെത്തിനോടും മധുരക്കള്ളിനോടും വല്ലാത്ത ഒരു അഭിനിവേശമാണ്. No one is making it in Australia, so I had to come and learn it here. It's a good drink and not available in Australia, so I want to learn how to make it and make it back at home in Australia. That's the reason. Also today I learned about Nira. I also like to maybe get some more Nira. Nira is a good taste and I think it's good for health. So yeah, so I just want to learn about these things and I can't learn it in Australia. കേരവൃക്ഷങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് കുടുംബത്തോടെ സന്ദർശനത്തിനെത്തിയ സൈമൺ ഇവാനോഗെ ആവശ്യപ്പെട്ടതനുസരിച്ച് റിസോർട്ട് അധികൃതരാണ് കള്ളുചെത്ത് പരിശീലിപ്പിക്കാൻ മണികണ്ഠനെ കണ്ടെത്തി ഏർപ്പാടാക്കിയത്. കള്ളാൾക്കാനായിട്ട് അക്കരെ പോകുമ്പോൾ അവിടെ റിസോർട്ട് ഉണ്ടായിരുന്നു. ആ റിസോർട്ടിലെ ആളെന്നോട് പറയാ ഒരു വിദേശി വന്നിട്ട് ആൾക്ക് ചെത്ത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പോന്നു, എൻ്റെ കൂടെ പോന്നോളം പറഞ്ഞു ചെത്ത് പഠിക്കാനായിട്ട്. അങ്ങനെയാണ് ആൾ വന്നത്. നമ്മുടെ അവിടെ ചെത്തിന് ആർക്കും വിലയില്ല, ചെത്ത് പഠിക്കാനേ പുതിയ തലമുറ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്നുള്ള ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടപ്പോൾ നമുക്കത് നമ്മുടെ കയ്യിലുള്ള വിദ്യ കൊടുക്കാനായിട്ട് നമുക്ക് തോന്നി. കള്ളുചെത്തിന് പുറമെ ഓലമെടയാനും വല്ലം കെട്ടാനും ഓലപ്പീപ്പി നിർമ്മിക്കാനുമൊക്കെ സ്വന്തം നാട്ടിൽ കോക്കനട്ട് മാൻ എന്നറിയപ്പെടുന്ന സൈമൺ പഠിച്ചെടുത്തു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം നാട്ടിലേക്ക് മടങ്ങുന്ന ഇദ്ദേഹം അടുത്ത ഫെബ്രുവരിയിൽ വീണ്ടും ഏങ്ങണ്ടിയൂരിൽ തിരിച്ചെത്തും. ദിവസങ്ങൾ കൊണ്ട് താൻ സ്വായത്തമാക്കിയ കേരളത്തിന്റെ തനത് തൊഴിൽ സ്വന്തം നാട്ടിലെ തെങ്ങിൻ തോപ്പുകളിൽ പരീക്ഷിച്ച് പുതിയ ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ഈ വിദേശ പൗരൻ കേരളീയർക്കാകെ വലിയൊരു മാതൃക കൂടിയാണ്. നിയമങ്ങളുടെ നൂലാമാലകളിൽപ്പെട്ട് പ്രാവർത്തികമാകാതിരിക്കുന്ന കേര കർഷകന്റെ സ്വപ്ന പദ്ധതിയായ നീര ഒരുപക്ഷെ മറ്റൊരു രൂപത്തിൽ വിദേശത്ത് നടപ്പിലാകുന്നത് കണ്ടിരിക്കേണ്ട ഗതികേടാകും മലയാളികൾക്കുണ്ടാവുക. മലയാളിയുടെ കാർഷിക സംസ്കൃതിയിൽ നിന്ന് ചെത്ത് തൊഴിൽ അന്യം നിന്ന് പോയി എന്ന ദുഃഖവും ഇനി നമുക്ക് വേണ്ട. കാരണം സൈമൺ ഇവാനോഗയെപ്പോലുള്ള വിദേശ പൗരന്മാരിലൂടെ മറുനാടുകളിൽ ഈ തൊഴിൽ നിലനിൽക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. TCV ന്യൂസ്, അന്തിക്കാട്.